നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മേഖലയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അബുദാബിയിൽ പുരോഗമിക്കുകയാണ്. വരുന്ന ഫെബ്രുവരിയിൽ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലുകൾ ഇന്ത്യയിൽ നിന്നെത്തിച്ചതടക്കം നിരവധി പ്രത്യേകതകളാണ് ക്ഷേത്രത്തിനുള്ളത്. ആ കാഴ്ചകളിലേക്ക്. മരുഭൂമിയിൽ സ്വർഗം പണിത എക്കാലവും ലോകത്തിന് മാതൃകയായി നിലകൊള്ളുന്ന UAE പുതിയൊരു ചരിത്രം എഴുതുകയാണ്. സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ഈ രാജ്യം. അബു മുറൈഖ മരുഭൂമിയുടെ നടുവിൽ മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രം ഉയരുമ്പോൾ മാനവിക ഐക്യത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും അതുല്യ കാഴ്ചയ്ക്ക് കൂടി ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. 30 ലക്ഷത്തോളം ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഈ നാട്ടിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഇന്ത്യയെന്ന രാജ്യത്തോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ, ആത്മാർത്ഥതയുടെ എന്നും നിലനിൽക്കുന്ന വലിയ അടയാളം കൂടിയാണ് ഇത്. ബാബ്സ് ഹിന്ദു മന്ദിർ. The story of the temple, the mandir itself is incredible. It's almost making impossible things possible. His Holiness Pramukh Swami Maharaj in 1997 on 5th April, when he had come to visit the UAE, and we were all there in the middle of Sharjah desert, and there in the evening time on the sand dune, suddenly he started saying a prayer, and that prayer was amazing. He said that may all religions come closer together, may different countries and cultures share harmony, and then he said, may people be free from internal enmity and they become closer to each other, and may there be a temple in Abu Dhabi. At that time it was almost unthinkable, because nobody really had an idea that there will be a temple in Abu Dhabi. But it takes not just a prayer and not just the power of enlightened people, it also takes the willingness and the heart and the strength and stamina of great world leaders. And that's where I would say we had a leader in His Highness Sheikh Mohammed bin Zayed Al Nahyan, who had a heart as big as the world, and the strength and stamina and integrity of Honorable Prime Minister of India, Shri Narendra Bhai Modi, and their friendship was the seed crystal in actually bringing the reality of this temple. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനത്തിന് പിന്നാലെയാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. തുടർന്ന് ശിലാസ്ഥാപനത്തോടെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. അബുദാബിക്കും ദുബൈക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന അബു മുറൈഖയിലെ വിശാലമായ 27 ഏക്കർ ഭൂമിയിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും 45 മിനിറ്റ് ദൂരമാണ് അബു മുറൈഖയിലെ ഈ ക്ഷേത്രഭൂമിയിലേക്കുള്ളത്. പുരാതന ഇന്ത്യൻ ക്ഷേത്ര നിർമ്മാണ രീതി അവലംബിച്ചായിരിക്കും ക്ഷേത്ര നിർമ്മാണമെന്ന് ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. It was in 2015 that the temple was first announced, and it was received across the world with great enthusiasm and inspiration. Then it was in 2018 that in the presidential palace, when His Highness Sheikh Mohammed bin Zayed Al Nahyan and the Prime Minister of India, Modi Sahib,
They call the sadhus in front of almost 2,000 dignitaries from across the world, and that's when the decision was taken that the temple should be not a conventional one of RCC with clad stones and everything, but it should be a traditional temple with shikhars, with carvings, full of stone, and built in that traditional ancient way. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സമ്പന്നമായ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ സവിശേഷതകളെല്ലാം പൂർണ്ണ അർത്ഥത്തിൽ കാണാനാകും വിധമാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത്. ആദ്യഘട്ടം മുതൽ പൂർണ്ണമായും കല്ലിൽ തീർത്ത ക്ഷേത്രം നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെയും ശില്പഭംഗിയുടെയും വിസ്മയ കേന്ദ്രമാണ്. ശില്പങ്ങളും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലുകളുമെല്ലാം ഇന്ത്യയിൽ നിന്ന് നേരിട്ടെത്തിച്ചവയാണ് എന്നതാണ് പ്രധാന പ്രത്യേകത. 3000-ഓളം ശില്പികൾ പണിത ചെറുതും വലുതുമായ മനോഹര ശില്പങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറം വിസ്മയമായി ഉയർന്നു നിൽക്കുന്നു. It is the first traditional stone temple in the entire Middle East, Gulf countries. And it's not an ordinary temple. We are bringing alive 10,000 years of Indian art and culture and architecture. Stone craftsmen are carving day and night, almost 3,000, bringing in the deepest designs, bringing in the flora and the fauna of the current times, bringing in values from across the world. So if you look at the temple, it is traditional. Of course, it's built without any steel, so it's stone locked on stone, tons and tons of stone, which is shipped, then carved and then reshipped back, and it's locked like a giant jigsaw. But the most important part of this temple, it is a green building, so environmental friendly. Everything is built out of natural resources, stone, and all the other factors that have been used are absolute natural. നിർമ്മാണത്തിലെ ഓരോ മേഖലയും സസൂക്ഷ്മമായാണ് പൂർത്തിയാക്കുന്നത്. രാജസ്ഥാനിൽ നിന്നും മറ്റും ശിലകൾ കൊത്തിയെടുത്ത് അബുദാബിയിൽ എത്തിക്കുന്നതിന് കൈമെയ് മറന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പലതരത്തിൽ ഒപ്പം നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് കപ്പലുകളിൽ കയറ്റി കൃത്യമായി ഓരോ ശിലകളും എത്തിക്കുകയും അവ കേടുപാടുകളില്ലാതെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതുൾപ്പെടെ രാപ്പകലില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. പതിനായിരക്കണക്കിന് ടൺ ശിലകളാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലെ ക്ഷേത്രഭൂമിയിൽ എത്തിച്ചത്. 3,000 craftsmen have been carving throughout the last 2 years in making all the designs. But the stones, once they are carved and then they are packed, we've had the great fortune of Transworld Shipping. Ramesh Ramakrishnan and his entire shipping agency has transported all the stones in complete charity. Imagine the large-heartedness of people, because he felt this cause is bigger than any human cause. This is going to address the world and it's going to bring people closer together. So those stones have come from Transworld Shipping, and then again DP World and even the ports in India, they've all assisted, because this is for a larger good. And once the containers come here, every stone has been numbered. It's like a giant jigsaw, that which stone fits in where. If you get the dome much before than the pillars, then the domes are useless. Everything has to arrive in absolute logistics is almost crazy. UAE-യുടെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ കൂറ്റൻ 7 മന്ദിരങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ ആരാധനാമൂർത്തികളാണ്
ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. മന്ദിരങ്ങളുടെ പുറംഭാഗത്ത് ഇവയുമായി ബന്ധപ്പെട്ടുള്ള പുരാണ കഥകൾ മനോഹര ശില്പങ്ങളായി കൊത്തിവച്ചിട്ടുണ്ട്. ഓരോ ശില്പങ്ങളും സൂക്ഷിച്ചു നോക്കിയാൽ മുഖഭാവങ്ങളുടെ സൂക്ഷ്മ അംശം പോലും കൃത്യമായി മനസ്സിലാക്കും വിധം അത്ഭുതകരമായാണ് കൊത്തിവച്ചിരിക്കുന്നത്. 7 shikhars, symbolically they also represent the 7 emirates, but the 7 main deities of India from north, south, east and west. From Akshapushotam Maharaj, Bhagwan Swaminarayan Gunatyan Swami to Radha Krishna Dev. One spire will be of Sitaram, Hanuman, Lakshman. One would be of Shiva, Parvati, Ganapati, Kartikeya ji. Then one shikhar will have Tirupati Balaji and Padmavati ji. One shikhar will have Ayyappa ji. One shikhar will have Jagannath Puri, Jagannath ji. So you can look at that everything has come in a form of such a harmony. Every shikhar will have the story of that devata. So where the murtis of Ram and Sita and Lakshman and Hanuman are installed, the entire shikhar will have the entire Ramayana hand carved. Right from Valmiki writing the Ramayana to Lavakush stopping the horse of Ashwamedha Yagna, complete Ramayana has been carved. Complete Shiva Puran has been carved. Complete Bhagavatam, Mahabharatam has been carved. Complete story of Bhagwan Swaminarayan has been carved. Story of Ayyappa, Tirupati ji, Jagannath ji. So if you look at it, it's more than just beautiful carvings. It's actually amalgamating the essence of what Hindu Dharma stands for. വസുധൈവ കുടുംബകമെന്ന ആദർശമാണ് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അടിസ്ഥാനം. അതിനാൽ തന്നെ ലോകത്തിലെ എല്ലാ സാംസ്കാരിക സവിശേഷതകളും ക്ഷേത്രമതിലുകളിൽ കാണാം. അറബ് സംസ്കാരത്തിൻ്റെയും ഈജിപ്ഷ്യൻ, ചൈനീസ്, മെസപ്പൊട്ടേമിയൻ തുടങ്ങി ലോകമെമ്പാടുമുള്ള കാഴ്ചകളെ ഇവിടെ എത്തിയാൽ ഒരുമിച്ച് കാണാം. The supremely core belief of Hinduism is Vasudhaiva Kutumbakam, harmony. So it has actually brought in the value system that unites us from across centuries. What do I mean by that? That all the stories of Hindu scriptures end. We are also carving inspiring value stories from ancient civilizations. So you will have a beautiful story from the Mayan culture, the Aztec civilization on harmony, where two friends were always trying to compete and one-upmanship for one another, and their both kingdoms were ruined. But when they befriend themselves and embrace, the kingdoms flourish. So the core value is, in war we perish, in friendship we flourish. Like that, we have a beautiful core value from the African civilization, from the Mesopotamian civilization, from the Inuit, from the polar regions. We've taken a beautiful story. So from across, from the Chinese civilization to the Arabic civilization to the Aztec and to other ancient cultures and civilizations, those stories will also be carved. So this mandir is truly Vasudhaiva Kutumbakam. ക്ഷേത്രത്തിന്റെ പുറംഭാഗത്ത് ഇരുവശങ്ങളിലും ഒഴുകുന്ന തരത്തിൽ ഗംഗ, യമുന നദികളുടെ പ്രതീകങ്ങളും പ്രകാശവിന്യാസത്തിലൂടെ സരസ്വതി നദിയെയും ആവിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രദർശന ഹാളുകൾ, പഠനമേഖലകൾ, ഭക്ഷണശാല, ഗ്രന്ഥശാലകൾ തുടങ്ങിയവയും സജ്ജമാക്കും. UAE ഭരണാധികാരികളുടെ പൂർണ്ണ സഹകരണത്തോടെ ബാബ്സ് സ്വാമിനാരായൺ സംസ്ഥയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിർമ്മാണം ഉൾപ്പെടെയുള്ള ഓരോ മേഖലയിലും ക്ഷേത്രം മുന്നോട്ട് വയ്ക്കുന്ന ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർന്നു നിൽക്കും. If you can imagine a project which is like ideally a summary of harmony, imagine a Muslim king donating land for a Hindu temple, where our key architect of the complex is a Christian Catholic, where our project manager was a Sikh, where our construction company is Shapurji Palanji, a Parsi, where the foundations were designed by a Buddhist, Dr. Kong from Malaysia,
where the leaders and directors are part Jain, and where if you look at it in a very different way, where our chief consultant is a man of no religion at all, but he believes in harmony of the world, and all of them have come in charity. Think about that. In this current age and world, where people come forward for things which are bigger than ourselves, harmony is generated. അടുത്ത ഫെബ്രുവരി 14-നാണ് ക്ഷേത്രം തുറന്നു നൽകുക. ലോകത്തിനെന്നും സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും വലിയ സന്ദേശം പകർന്ന് ക്ഷേത്രം തല ഉയർത്തി നിൽക്കട്ടെ. We are hopeful, not just hopeful, we are confident that the temple will be ready and it will be opened to the world on 14th of February, which happens to be Vasant Panchami, a very pious day, a very spiritual, auspicious day. And we hope the leaders of the world, and they have all shown interest, that they will be coming together to dedicate this mandir in the presence of His Holiness Mahant Swami Maharaj to not just the UAE, but to the world and the future at large. When such a mandir of stone is here and it contributes to the larger good of the nation, it's a matter of pride for everybody that this temple is adding value not just to the Hindus, the community or the people, but to the nation, the host nation and the nation that has created it. It's adding a value and sending a signal to the world that peace is possible and peace is the only way forward. ഇനി സൗദി അറേബ്യയിലേക്കാണ് യാത്ര. റിയാദ് സീസണിൻ്റെ പുതിയ പതിപ്പിന് ഒക്ടോബർ 28-ന് തുടക്കമാകും. മുൻ വർഷങ്ങളിലേതുപോലെ നിരവധി വിസ്മയങ്ങളാണ് ഇത്തവണയും റിയാദ് സീസൺ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക്. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ കീഴിലുള്ള ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച റിയാദ് സീസൺ വിജയകരമായ 3 പതിപ്പുകൾ പിന്നിട്ട ശേഷം 4-ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. ഒക്ടോബർ 28-നാണ് വ്യത്യസ്ത വേദികളിലായി ലോകോത്തര നിലവാരത്തിലുള്ള വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക. ബോളിവുഡ് എന്ന പേരിൽ നിർമ്മിച്ച പ്രത്യേക ഉത്സവ നഗരം കേന്ദ്രീകരിച്ചാണ് ഇത്തവണയും ആഘോഷ പരിപാടികൾ നടക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന പോലെ കലാകായിക സാംസ്കാരിക മേഖലകളിൽ ലോകപ്രശസ്തരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം ഇത്തവണയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ടൈസൺ ഫ്യൂറിയും മുൻ UFC ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഫ്രാൻസിസ് അംഗാനോയും പങ്കെടുക്കുന്ന മത്സരത്തോടെയാണ് സീസൺ 4-ന്റെ മഹോത്സവം ആരംഭിക്കുക. മണ്ണിലും വിണ്ണിലും വിസ്മയം തീർക്കുന്ന ഉത്സവ മാമാങ്കത്തിൻ്റെ ഭാഗമാകുന്നതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ പ്രവാഹമായിരിക്കും വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഏകദേശം 7 മില്യൺ സന്ദർശകർ മേളയിൽ പങ്കെടുത്തുവെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇത്തവണ ഇതിലും എത്രയോ അധികം സന്ദർശകർ മേളയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ സംസ്കാരങ്ങൾ, പാചകരീതികൾ, രുചിക്കൂട്ടുകൾ, ആതിഥ്യ മര്യാദ തുടങ്ങിയവ അനുഭവിച്ചറിയാനും നിരവധി അവസരങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന വ്യത്യസ്തവും ആകർഷകവുമായ വിവിധ പരിപാടികളും ഇത്തവണയും മേളയിൽ സന്ദർശകർക്ക് നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ആയിരക്കണക്കിന് വിനോദ പരിപാടികളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. ഇവയിൽ 1/3 പരിപാടികളും നീക്കിവച്ചിരിക്കുന്നത് കുട്ടികൾക്ക് മാത്രമായാണ്. ഇതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രശസ്തരായ ഗായകരുടെ തകർപ്പൻ പ്രകടനങ്ങളും ആരാധക ലക്ഷങ്ങളെ ഇളക്കി മറിക്കും.
ഡ്രോണുകളും LED-കളും ആകാശത്ത് തീർക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും മേളയിലേക്ക് മനുഷ്യപ്രളയം തീർക്കും. ഇതിനകം തന്നെ 2-ൽ കൂടുതൽ ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും റിയാദ് സീസൺ സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ അരങ്ങേറിയ അവലാഞ്ച് സ്ലൈഡ് എന്ന കായിക പരിപാടിക്കാണ് ഗിന്നസ് ബഹുമതി തേടിയെത്തിയത്. 22,136 മീറ്റർ നീളത്തിലും 24 സഞ്ചാരപാതകളിലുമായി ഹിമപാതയിൽ സഞ്ചരിക്കുന്ന അനുഭവം സമ്മാനിക്കുന്ന അവലാഞ്ച് മേളയുടെ പ്രധാന വേദിയായ ബോളിവാർഡിലാണ് സ്ഥാപിച്ചത്. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വെടിക്കെട്ടും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. ലോകോത്തര ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനങ്ങളും ഭക്ഷണപ്രേമികൾക്ക് മനസ്സും വയറും നിറയ്ക്കുന്ന അനുഭവം സമ്മാനിക്കും. ഇന്ത്യ ഉൾപ്പെടെ അനേകം രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ പവലിയനുകളും അനേകം റെസ്റ്റോറൻറ്റുകളുമാണ് മേളയിൽ ഒരുക്കി വരുന്നത്. കഴിഞ്ഞ പതിപ്പുകളിൽ എന്ന പോലെ ഇത്തവണയും ഇന്ത്യൻ സാംസ്കാരിക പൈതൃകവും കലാവിരുന്നും റിയാദ് സീസണിന്റെ ഭാഗമായി അരങ്ങേറുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തനത് കലാരൂപങ്ങളും നൃത്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെയെത്തുന്ന എല്ലാവരുടെയും മനം കവരുകയും ചെയ്തിരുന്നു. എവിടെയും എന്ന പോലെ മലയാളി കലാകാരന്മാരുടെ കയ്യൊപ്പ് ചാർത്തിയ വിവിധ കലാപ്രകടനങ്ങളും കഴിഞ്ഞ സീസണിൽ സന്ദർശകരെ ആകർഷിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിച്ച ദഫ്മുട്ടിൻ്റെയും ചെണ്ടമേളങ്ങളുടെയും ആരവങ്ങൾ മനുഷ്യമനസ്സുകളിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന അനുഭവമാണ് ഓരോ സന്ദർശകർക്കും സമ്മാനിച്ചത്. ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രഗത്ഭരുടെ സാന്നിധ്യം കഴിഞ്ഞ വർഷത്തെ റിയാദ് സീസൺ മഹാമേളയുടെ പൊലിമയ്ക്ക് കുറച്ചൊന്നുമല്ല സംഭാവന നൽകിയത്. എണ്ണ ഇതര വരുമാനം ലക്ഷ്യമിട്ട് 2019 റിയാദ് സീസൺ മഹാമേളയ്ക്ക് തുടക്കം കുറിച്ചത്. ജനപങ്കാളിത്തം കൊണ്ട് തുടക്കത്തിൽ തന്നെ വൻ വിജയമായി മാറിയ പരിപാടിയുടെ പരിസമാപ്തിക്ക് ലോകത്താകമാനം പടർന്നു പിടിച്ച കോവിഡ് മഹാമാരി കാരണം അല്പം മങ്ങലേറ്റു. കോവിഡാനന്തരം 2021 പുനരാരംഭിച്ച മേള സൗദിയുടെ സാമ്പത്തിക മേഖലയിൽ തന്നെ പ്രധാന വരുമാന സ്രോതസ്സായി മാറിവരികയാണ് ഇപ്പോൾ. കാലാനുസൃതമായ മാറ്റത്തിലേക്കുള്ള സൗദിയുടെ നീക്കത്തിന് ശക്തി പകരുന്ന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു റിയാദ് ഫെസ്റ്റിവൽ എന്നത് അതിൻ്റെ പിന്നിട്ട ഓരോ പതിപ്പിൻ്റെയും വിജയം വിളിച്ചോതുന്നുണ്ട്. അറേബ്യൻ ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.